സരക്കെ ബോഡി റിവീൽ ചെയ്യുമെന്ന് ഒരുത്തൻ ജീപ്പയൊക്കെ ചെയ്തിരിക്കുന്നു റാസ്കൽ. ഇനി ഒരു കില്ല് എടുക്കാൻ പറ്റൂലല്ലോ. എന്തൊരു രാവിലെ ചവരത്തിന് ചലഞ്ച് കൊടുത്തിട്ട് ഒരു കില്ലൂടെ എടുത്തിട്ട് ചലഞ്ച് തീരുമാനം വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇനി ഒരു കില്ല് എടുക്കാൻ പറ്റില്ല, അതാണ് വിഷയം. ഇന്നലെ പറഞ്ഞ 15 റിപ്ലൈ ആയിരുന്നു. ഇന്നലെ ഇത് ഉണ്ടായിരുന്നാ ഞാൻ സ്റ്റോറി ഇട്ടിരുന്ന സാധനം. ചിരിച്ച് ചത്തുമായിരിയാണ് അത് കണ്ട് 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 എപ്പൊ കണ്ടാലും എനിക്ക് ചിരി വരണത്. ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അത് മറ്റേ നോർമലി സ്റ്റോറി ഇടുമ്പോഴത്തേക്ക് ഇട്ടത് റീച്ചിന്റെ ഒക്കെ മറ്റേ ഒറ്റ മണിക്കൂറിലൊക്കെ തന്നെ മറ്റേ ഭയങ്കര റീച്ചാ സ്റ്റോറി അതിട്ടത് സ്റ്റോറി ഇട്ടപ്പോ. കറക്റ്റ് അല്ലേ സാരത്? അവ എങ്ങനെ അത് എഡിറ്റ് ചെയ്താ എന്തായാലും ഓർമ്മ തന്നു. ഞാൻ ഒന്നും അറിയാതിരുന്നു. എടാ നീ ലൂട്ട് ചെയ്താണ് നിന്റെ ലൂട്ട്, അതാണ് കിടില. എടാ നിനക്ക് നീ പറക്കുന്നതാണ് നിന്റെ ലൂട്ട്, ഞാൻ പറക്കുന്നത് എന്റെ ലൂട്ട്. See commitment of Vasanna towards TVA. Even PUBG PC he is playing in TVA Gagdress. Super. ആര് കണ്ടുപിടിക്കാത്ത ആര് കണ്ടുപിടുത്തുണ്ടല്ലോ നിന്റെ. അടിച്ച് കറക്കണം കണ്ടവനെ. കറക്റ്റ് 12 കാല്. ആ അത് കുറച്ച് ഇതുണ്ട് ബ്രോ, കുറച്ച് തിരക്കുള്ള ആളാണ്. നിലത്തെത്ര നമുക്ക് ഇവൻ സമാധാനം. എപ്രോളേഷ് മേടിച്ചു വെക്കാതെ ഒരു 3 പേര് ഒരു ടീമുള്ള അല്ല 2 ടീമുണ്ട് കേട്ടോ. 2 ടീമുണ്ടോ? ബാക്കിലെടുത്ത വരുന്നല്ലോ. ഞാൻ പച്ചയിൽ ഇറങ്ങി. ഓ അതാണല്ലോ നിനക്ക് ഇഷ്ടം. ആ ഇതാര് ഇവനായിരുന്നാ? നേരെ നിൽക്കുന്നവരെ അടിക്കാറുണ്ട് ഇവിടെ. അപ്പോഴത്തേക്ക് വേറെ പെട്ടാ പോടും. അയ്യോ കിട്ടി. അവൻ വിഷയം പ്ലെയർ ആണെന്ന് തോന്നുന്നു കേട്ടാ. ഓറഞ്ച് മാർക്കിലുണ്ട്, വേറെ സൈഡിൽ എടുക്കുന്നുണ്ട്. സ്പ്രേ കോഡ് ചെയ്യേണ്ടതേ. അവനൊരു ഷോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കിറ്റ് തരാം, ഒരു കിറ്റ്. ഇവിടെ ഒരുത്തനുണ്ട്, ഇവിടെ ഒരുത്തൻ ലോയാണ്. 2 പേരുണ്ട് ഇവിടെ. മയിലന്മാര് മാറി മാറിയാണ് അടിക്കുന്നത്, അതല്ലേ അതിനും വലിയ കുഴപ്പം. ഹെൽമെറ്റ് ഇല്ലടാ. സ്നൈപ്പറാണ്. ഇനി വേണ്ട അത് വിഷയം അടി കിട്ടി കേട്ടാ. സ്പ്രേ കോഡ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്പ്രേ കോഡ് തൂറി അടിയുണ്ട്. എന്നിട്ട് പറയാ ഒന്ന് നീയാണോ സ്പ്രേ കോഡല്ലേ? നോക്കട്ടെ. എടാ അമ്മാര് റൈറ്റിലോട്ട് വരുന്നുണ്ട്. ക്ലോസ് ഒന്ന് ഈ അടിക്കുന്നവനില്ലേ അവനാ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക്. ഓറഞ്ച് മാർക്കിലുണ്ട് നൈസറായിടാ. ഞാൻ റൈറ്റിന് കയറാം. ബ്ലൂ സോൺ ഒക്കെ ഇടുന്നു. നോക്ക അടുത്ത നോക്ക. വാടാ
എന്താ ഡിഫറെന്റ് ഫീൽ ആവുന്നു? ഓ ബ്ലൂ സോൺ ആയല്ലേ. എടാ ഇതിന്റെ ബാക്കിൽ റിവൈവിങ് റഫിങ് നീങ്ങളെ വാ. എടാ ഒന്ന് കൂടെ വാടാ. 2 നോക്കാണ്, 2 അവ ഏറ്റവും ബാക്കിൽ. ഒരുത്ത ഫിനിഷ് ആയേ, ഒരുത്ത അതിന്റെ ബാക്കിലെ. എന്നെ പോയ റിവൈവ് ഒക്കെ ഞാൻ സേഫാണ്. നീ വീഴല്ലേ, നീ റിവാക്ക് പയ്യെ കളിച്ചാ സീനില്ല. വീഴല്ലേ വീഴല്ലേ എന്ന് പറഞ്ഞ ഞാൻ ഇല്ല പറ്റൂല. അതും എടുത്തോണ്ട് പോയി. വേണ്ട വേണ്ട വേണ്ട. ഇവനാണ് ഞാൻ കണ്ടില്ല. ഞാൻ പൊക്കാം ഞാൻ പൊക്കിയടാ. പോ നീ ഫിനിഷ് ആക്കി വിടും 2 പേര്. മുകളിലുള്ളവനെ കൂടി ഫിനിഷ് ആക്കി പോയേ. എന്റെ ഇല്ല ഇവന്റെ ഉണ്ട്. ഇതിന്നട് ഈ പെട്ടിന്നട്. ഇവിടെ പറഞ്ഞുണ്ടോ? ഇതിന്നെടുത്തോ, ഈ പെട്ടിയിലുള്ള എടുത്തോ. ഈ പെട്ടിയിലടാ, ഈ പെട്ടിയിലുണ്ട്. ഞാൻ എടുത്തില്ല. വണ്ടി അല്ലല്ല അവന്മാരല്ല, ഇത് അതല്ല, ഇത് അവനല്ല. ശരി അവനൊരു ടാസ്ക് കൊടുക്കുക. ഇവിടെ എവിടെയെങ്കിലും ചിപ്പ് ഇടാം. സെറ്റ് അല്ലേ? ഇവിടെ ഒരു ചിപ്പ് അവൻ കണ്ടുപിടിക്കണം. ഇവിടെ ഫസ്റ്റ് റൗണ്ട് എടുക്കണം, ഞാൻ ചത്തു. ഇവിടെ ഈ മൂലക്ക് ചേർത്തണം. ഇവിടെ അവന്റെ ടാസ്ക് ആണ്. എടാ ഇത് നോക്കടാ, ഒന്ന് എമർജൻസി ഒക്കെ പോക്കും, അല്ലെങ്കിൽ നമ്മൾ എത്താൻ ഭയങ്കര പാടാണ്. ഇതിന്റെ മേളിലൊരു ചിപ്പാക്കി ഇല്ലെങ്കിൽ ഒരു വണ്ടിയിൽ ഇട്. നിന്റെ അച്ഛന്റെ ചിപ്പും കൊണ്ട് പറക്കൊണ്ടിരിക്കാതെ വലിയ വണ്ടി ഇതില് സത്യം സംസാരത്തോടെ സംസാരം മാത്രം 2 മണിക്കൂറായിട്ട് സംസാരിക്കും. വെള്ളത്തിൽ കിടന്ന് എമർജൻസി പിക്കപ്പ് എടുത്ത് കര കയറാൻ നോക്കാൻ വീഡിയോ എടുത്തിട്ടുണ്ടെന്നാ. അവന്റെ അച്ഛൻ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു കൊടുത്ത്. നിനക്കെല്ലാം ഇങ്ങനെ ഊട്ടി ഞാൻ നിനക്ക് കൊണ്ടുതരാം. നീ അവിടെ ഒരു പണി എടുക്കാൻ അനങ്ങാതിരി, ഞാൻ വണ്ടി എടുത്തോണ്ട് വരാം. നിനക്ക് കല്യാണം കഴിപ്പിച്ചു തരാം, നിന്നെ എല്ലാം ചെയ്തു തരാം ഞാൻ. നീ അവിടെ ഇരുന്നോ സുഖം പോണ്ട. ഞാൻ എല്ലാം നിന്റെ ചേട്ടനല്ലേ ഞാനിവിടെ ഇത് ചെയ്തോണ്ടിരിക്കാൻ. എനിമിക്ക് ടാസ്ക് കൊടുക്കാനിരിക്കുന്നു. നിന്റെ കൂടെ കളിക്കുന്നത് ഞങ്ങൾക്ക് ഒരു ടാസ്ക് ആണ്. സത്യം അതിലും വലിയ ടാസ്ക് ഇല്ല. അതിലും വലിയ ടാസ്ക് ഇനി ഇത് ആർക്കും കിട്ടാനില്ല ജീവിതത്തിൽ. തിരക്കല്ലേ അങ്ങനെ ഒരു സംഭവം ഉള്ള കാര്യം ഓർത്തല്ലേ, അത് മതി. നീ എന്തിനാ നമ്മളടുത്ത് പറയുന്നത്? ഭയങ്കര ഇൻഫോ, നല്ല ഇൻഫോ. ആരും ഇല്ലാത്ത സമയത്ത് മറ്റേ സോണോട്ടിൽ നിന്ന് നീ ഹീൽ ചെയ്യുന്നതാണ് നമുക്കുള്ള ഇൻഫോ. അത് നല്ല ഇൻഫോ ആയിരുന്നു സത്യം പറഞ്ഞാൽ. കാരണം നമുക്ക് അത്ര ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കിട്ടിയത്. അല്ലെങ്കിൽ ചിലപ്പോ നമ്മള് സോണോട്ട് ചത്തുപോനെ. സത്യോട് എനിക്കൊരു കില്ല്. നിനക്ക് എത്ര കില്ല്? 2 കില്ല്. അവിടെ അതിൽ ഒരുത്തനെ ഞാൻ നക്കി അടിച്ചു വെച്ചിരുന്നവനാണ് നീ അടിച്ചത്. ഇവന് 2 കില്ലില്ല. ഇവര് എവിടെ 2 കില്ല്? കള്ളൻ. ഇവന് 1 കില്ലും ഇല്ല. അത് ഫിനിഷ് ആക്കിയതാടാ. അല്ലല്ല, ഞാൻ ആ സ്നൈപ്പറിനെ അടിച്ചു. ഓ ലാസ്റ്റ് ബാക്കിൽ നിന്ന് അടിച്ചവനല്ലേ? ഓക്കെ ഒരെണ്ണം ഉണ്ട്. എടേ ഞാൻ പറയട്ടെ, നമ്മള് വഴിയാതെ വരാവും കേട്ടോ. അത് സോണോട്ട് അളിയാ. എടാ നീ വണ്ടി എടുത്തോടാ രഘുലേ. എടാ നീ ഹീൽ അടിക്കുന്നുണ്ടോ? ഞാൻ ഇവിടെ വണ്ടി നോക്കി ഇവിടെ വഴിയാതെ വരെ ഇവിടം വരെ എത്തി. ഇവിടെ വണ്ടി ഇല്ല, സാമാനം ഇല്ല. എന്നെ കൂടെ കൊണ്ടുപോണേ. നിങ്ങൾ 2 സീറ്റർ ആണോ?
അല്ലല്ലല്ല ഇത് എന്റെ വണ്ടിക്ക് ടയർ അല്ല അത് 4 സീറ്റർ പറയണ്ടേ ഈകളെ? ഞാൻ ഒരു ഡ്രിഫ്റ്റ് ഇടാ വെഹിക്കിൾ എടുത്തൊന്ന്. എടാ ഞാൻ പെട്ട് ആ കേട്ടോ. ഞാനങ്ങ് കാണാം എന്റെ ദേഹത്തം കാണാൻ വണ്ടി തട്ടിയിരുന്നെങ്കി പോ 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 എന്നെ അടിപ്പിക്കോ? ഈകളെ ഓടി, ഈകളെ ഓടി. എടാ ഇവൻ എടാ എന്നെ അടിപ്പിക്കോ? ഇവിടെ വണ്ടി ഒന്നും ഇല്ല. വരുന്നു വണ്ടി നിർത്താം. അളിയാ ഞാൻ ചത്തളിയാ, എന്റെ ലൈഫ് നോക്കിയാ ഞാൻ ഇല്ല. ഹീലടി ഇല്ല. സമയമുണ്ട് അടിക്കാറുണ്ട്. ഫേസ് 4 സ്റ്റാർട്ടായി കേട്ടോ. നമ്മളിന്ന് തൂർപ്പിക്ക് എത്തിയ എനിക്ക് ഇത് ഹീലുണ്ടോ? എന്റെ അടുത്ത് വേറെ ഹീലില്ല. എടാ, നീ കേറ ഒന്നുമില്ല. ഞാൻ സിമ്പിൾ കാര്യം ചോദിക്കാളിയാ. നീ ആ കണ്ടെയ്നറിന്റെ മണ്ടയ്ക്ക് നിന്റെ നിനക്ക് ഈ ഡ്രിങ്ക് തരാം. നീ ഇതടിച്ചോ? ഡ്രിങ്ക് എടുത്തടിച്ചോ? എന്തോരം ബാൻഡേജും എന്തോരം സാധനങ്ങളും ഉണ്ടായിരുന്നു. എമർജൻസി പിക്കപ്പ് അല്ലേ ഓടിയിരിക്കുന്നേ? എവിടാ? അല്ല എമർജൻസി പിക്കപ്പ് നമ്മൾ എത്തൂടാ. ഇനി എത്തൂലെന്ന് വെച്ച് കഴിഞ്ഞാലേ ഹീൽ ചെയ്തില്ലെങ്കിൽ നമ്മൾ എത്തൂല. എന്താണ് എത്താത്തതെന്ന് പറഞ്ഞടാ. അത് സോണ് കണ്ടല്ലോ, അത് എവിടെ എമർജൻസി പിക്കപ്പിൽ പോയി എന്താ എത്താത്ത അതൊന്ന് പറഞ്ഞേ. എക്സ്പ്ലനേഷൻ ഒന്ന് കേൾക്കട്ടെ. ബാൻഡേജ് ഉണ്ടോ? ബാൻഡേജ് ഇടാ ആരിലുണ്ടെ കുറേ. എന്റെ ഇല്ല, എന്റെ ഒരു 5 എണ്ണ ഉള്ള ആകെ. അളിയാ ഞാൻ ചത്തളിയാ. ഒന്ന് കൊടു ഈകളെ, അവനുണ്ടെ കൂടെ ഈകളെ. ഇല്ലില്ല എങ്ങനെ വണ്ടിക്കകത്തോട്ട് ഇടുന്നേ? അങ്ങ് ഡ്രാഗ് ചെയ്തിട്ട് കൊടുത്താ അതിന്റെ അത്ര ലെഫ്റ്റില് ടാബൊക്കെ ഇട്ട്. എന്റെ വീട്ടിൽ തന്നെ വണ്ടി ഇല്ല അങ്ങനെ ഇത് മൊത്തത്തിൽ ട്രാക്ക് ആവൂടെ? എനിക്ക് അടിക്കാൻ ഉണ്ടാവില്ല. എടുത്ത് കൊടു. ഇപ്പൊ കൊടു. അവന്റെ ഫസ്റ്റ് എയ്ഡ് ഇരിക്കുന്നറാ. കേറ് അപ്പൊ പിന്നെ ബാക്കിയുള്ളവരിലൊക്കെ 10 ഉണ്ടാ. അത് ഇതിന് ഞാൻ പറയട്ടെ, ഞാൻ ബൈക്കിൽ പോകണേ. നിങ്ങൾ ഇത് എടുത്തോ. എന്റെ ഹീലിങ്സ് ഇല്ലേ? നിങ്ങള് കാറില എന്തേലും കൺവിൻസ് ചെയ്തിട്ട് നോക്കളാ ഞാൻ നൈസായിട്ട് അടിക്കൂടി. ഒന്ന് നോക്കാൻ ഒരാള് ഓൾറെഡി ചത്ത. മൈന് സെൽഫിഷ് ആയിട്ട് പോയതാണ്. ഊപ്പി ബൈക്കിൽ നിറച്ചു വീണ്. അയ്യാ ബാൻഡേജ് ഇല്ല കേട്ടാ. ഇനി നമ്മൾ ചത്തികളാ. ബൈക്കിൽ നിന്ന് വീഡിയോ എടുത്തു മൈന്. അളിയാ ബാൻഡേജ് വല്ലതുണ്ടോ? ഫ്യൂല് തീർന്നടാ. എന്തൊരൊക്കെ അവസ്ഥയാണല്ലേ. ജീജി അളിയാ ഇത്. എന്തൊരൊക്കെ അവസ്ഥയാണ് മൈന്. കളി തോറ്റ്. ഫ്യൂല് തീർന്നടാ. അളിയാ ഹീലയില്ല ഒന്നുമില്ല. നേരിട്ട് ചാവട്ട്. എന്തെങ്കിലും നേരിടാൻ വേണ്ടിട്ട് എങ്ങനെ നോക്കാം. ഇനി കില്ലൊന്നും എടുക്കണ്ടല്ലോ. ഈകളെപ്പോഴും 13 സെക്കൻഡേ ഉള്ളു കേട്ടാ സോണ തീരാൻ. എന്നാലും വിട്ട് അവസാന നിമിഷം വരെ ശ്രമിക്കുമെന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. ചത്ത് ഹീൽ ചെയ്യണ്ട. ചത്ത് ഇല്ല ഒന്നുമില്ല എന്റെ അടുത്ത്. മനസ്സിലായോ? അടുത്ത പൈസ സോൺ അടിച്ച് പെട്ട് ജീജി അളിയാ. ഈകള് ഓടുന്നാ ഫസ്റ്റ് അടിക്കുന്നിരുത്. ചത്ത് അടിക്കാൻ പറ്റൂല. ഇല്ല ഒരെണ്ണം അടിക്കാൻ ടൈമുണ്ട്. അളിയാ ഇത് എല്ലാം വച്ചോണ്ടാണോ എന്റെ അളിയെ എത്ര എണ്ണം അടിക്കാൻ നോക്കുന്നിരുത്. ഈകള് കള്ളൻ ദൈവമേ. 3 ഫസ്റ്റ് എയ്ഡ് പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പോഴും പറയാം. ഞാൻ എന്റെ POV കാണിച്ചു തരാം. കണ്ടെയ്നറിന്റെ മണ്ടയ്ക്ക് മിനിമം ഒരു 10 ഫസ്റ്റ് എയ്ഡെങ്കിലും ഉണ്ടായിരുന്നു. ഇവന്റെ അച്ഛന് മറ്റേ ടാസ്ക് കൊടുക്കാൻ വേണ്ടിട്ട് മറ്റേ ബ്ലൂചിപ്പും കൊണ്ട് അവന്റെ അച്ഛന്റെ അണ്ടി പൈസ പോയിട്ടാണ് അവിടെ എടുക്കാൻ പറ്റുന്നത്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം. എന്നിട്ടിരുന്ന് കരയില്ല അവന്റെ ഇരുന്ന്. പോടാ ഇവിടുന്ന് പോ. ഇതെല്ലാം ലൈക്ക് അടി ശരിക്കാനായിട്ട്. തീട്ടമാണ് ഈ രഘുലി തീട്ടം. മറ്റേ എനിമിയുടെ മറ്റേ ഇതും കൊണ്ട് നടക്കണം. ഞാൻ നോക്കിയപ്പം അണ്ണാ ഗ്രൂപ്പിൽ എന്താ സീൻ അതാ ഞാൻ അറിഞ്ഞിട്ട്. ഗ്രൂപ്പിന്റെ സീൻ
ഓ ആ ഗ്രൂപ്പ് മറ്റേ മെമ്പർഷിപ്പ് അത് കുറേ ആളായടാ. മെമ്പേഴ്സ് ഗ്രൂപ്പ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിന്യൂ ആക്കണം, മനസ്സിലായി. കാരണം മെമ്പേഴ്സ് ആയിട്ടല്ല ഇല്ലാത്തവരൊക്കെ കാണും. അപ്പോൾ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് അത്രേ ഉള്ളൂ. അത് ഇടയ്ക്കിടയ്ക്ക് ചേറുള്ളതാണ്. ഓ ചിരിച്ച് ചത്ത മയിരി. എന്തൊരവസ്ഥയാണ്. ബൈക്കും കൊണ്ട് രക്ഷപ്പെടാനായിട്ടതാണ് ഹീലടിച്ചു പോയിട്ട് ബൈക്ക് നിറച്ചവിടെ പോയി. ഇവിടെ കില്ലില്ലായിരുന്നല്ലേ. അവനെ പറഞ്ഞ കൺവിൻസ് ചെയ്ത് കേട്ടാ എനിക്കൊരു കില്ലെന്നൊക്കെ. അവൻ അത് വിശ്വസിച്ച്. അത് ഞാൻ പറഞ്ഞ കേട്ടില്ലേ, സ്നൈപ്പർ കില്ല് റിവൈവ് ആയിരുന്നു ഞാൻ ആണല്ലേ പറഞ്ഞായിരുന്നല്ലേ. ഓക്കെ ഓക്കെ. ടൈസൺ തോറ്റ് കണ്ടില്ലായിരുന്നു രാവിലത്തെ കളി. ഞാൻ കണ്ടില്ല. അത് എനിക്ക് കാണാനേ തോന്നില്ല. മറ്റേ എന്തായാലും അത് സ്ക്രിപ്റ്റഡ് ആയിരിക്കും എന്ന് പറഞ്ഞത് അതേപോലെയൊക്കെ തട്ടിയല്ലേ പറയുന്നത്. ഒന്നും അല്ലായിരുന്നു അളിയാ. പുള്ളി നല്ല ടയർഡായിരുന്നു ആ തുടക്കം തൊട്ടേ. ആൾക്ക് നല്ല ആദ്യം തൊട്ടേ ഫെയ്ഡായി ഭയങ്കര ഫെയ്ഡ് ഔട്ടായ കളിച്ച്. എനിക്ക് സ്ക്രിപ്റ്റഡ് എന്ന് തോന്നില്ല. നിനക്ക് തോന്നുന്നുണ്ടോ അളിയാ എത്ര നാള് പുള്ളി ഉണ്ടാക്കി വെച്ച ആ ഒരു ലെഗസി അല്ല ആ ഒരു കിങ്ഡം പുള്ളി പൈസക്ക് വേണ്ടിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാണ്ടാക്കി കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവരോട് പറഞ്ഞത് കുറെ പേര് അലിഗേഷൻസ് പറയുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ പുള്ളിയുടെ ഒരു ഭയങ്കര ഫാനാണ്. അപ്പൊ ഞാൻ വിശ്വസിച്ചിരിക്കണത് ഇപ്പോഴും പുള്ളിയുടെ അവരേജ്. കാരണം ആ വയസ്സിലും പുള്ളിയെക്കാളും 30 വയസ്സ് ഇളയതായിട്ടുള്ള ഒരു അവന്റെ അടുത്ത് സെയിം വെയിറ്റ് ഉള്ള ഒരാളുടെ കളിക്കാനുള്ള ധൈര്യം കാണിച്ചത് തന്നെ. എടാ കൊണ്ണ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തെങ്കിലും ഇവിടെ കാര്യമായിട്ട് പറഞ്ഞോണ്ടിരിക്കുന്നവരൊക്കെ അതിന്റെ ഇടയ്ക്ക് പേരെടുപ്പും കൊണ്ടുവരുന്നവൻ.